ഹാട്രിക് വിജയത്തിന്റെ പകിട്ടുമായാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എഗാന സ്റ്റേഡിയത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടാനെത്തിയത്. പഞ്ചാബ് കിങ്സ് നേരത്തെ തോറ്റ സാഹചര്യത്തിൽ ഒരു വിജയം കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാമായിരുന്നു ചെന്നൈക്ക്. റൺ റേറ്റും CSKക്ക് തന്നെയാണ് അനുകൂലം. എന്നാൽ പ്ലേ ഓഫ് സാധ്യത നേരത്തെ അവസാനിച്ച ലക്നൌവിനെ സംബന്ധിച്ച് അഭിമാന ജയമായിരുന്നു ലക്ഷ്യം. ഒപ്പം പുറത്തേക്ക് പോകുന്ന വഴിയിൽ പരമാവധി ടീമുകളുടെ വഴിമുടക്കികളാവുക. ചെന്നൈ ആരാധകർ പേടിച്ചത് തന്നെ സംഭവിച്ചു. നീർക്കോലി കടിച്ച് അത്താഴം മുടങ്ങുക എന്നൊക്കെ പറയും പോലെ നിർണായക മത്സരത്തിലെ തോൽവി അവരുടെ പ്ലേ ഓഫ് സാധ്യതകളെ തുലാസിലാക്കി. അതും മികച്ച ഫോമിലുള്ള ചെന്നൈയെ ആധികാരികമായാണ് ലക്നൗ പരാജയപ്പെടുത്തിയത്. ചെപ്പോക്കിലെ മത്സരത്തിന് പന്തിൻ്റെയും സംഘത്തിൻ്റെയും മറുപടി. എന്നാൽ ഈ തോൽവി CSK ഇരന്നു വാങ്ങിയതാണെന്നാണ് ആരാധകരുടെ പക്ഷം. അതിന് കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട്. ചെന്നൈ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എഗാന പോലെയൊരു പിച്ചിൽ അവരുടെ തുറുപ്പുചീട്ട് അക്കീൽ ഹുസൈനെ കളിപ്പിച്ചില്ല എന്നതാണ്. CSKക്കായി ഏറ്റവും നന്നായി പന്തെറിഞ്ഞ താരമാണ് അക്കീൽ ഹുസൈൻ. പവർ പ്ലേയിൽ തന്നെ എതിരാളികളുടെ വിക്കറ്റ് എടുക്കാനും റണ്ണൊഴുക്ക് തടയാനും മിടുക്കൻ. പല മത്സരത്തിലും അക്കീൽ അത് തെളിയിച്ചതുമാണ്. മാത്രമല്ല, അക്കീൽ ഒരെൻഡ് ഭദ്രമാക്കുമ്പോൾ മറുവശത്ത് 100-ാമതും കൂടുതൽ അപകടകാരിയാകും. എന്നാൽ നിർണായക മത്സരത്തിൽ അക്കീലിനെ 11-ലോ ഇമ്പാക്ട് പ്ലെയറായ പോലും CSK പരീക്ഷിച്ചില്ല. കാരണമെന്നത് ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിലും പരിക്ക് പേടിച്ചാണ് താരങ്ങളെ ഇടവിട്ട് കളിപ്പിക്കുന്നതെന്നാണ് ചെന്നൈ ക്യാമ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. CSKയുടെ പ്രധാന ബൗളറായ ജാമി ഓവർട്ടണും പരിക്കിനെ തുടർന്ന് റൂൾഡ് ഔട്ട് ആയതോടെ ആകെ ആശയക്കുഴപ്പത്തിലാണ് ടീം ക്യാമ്പ്. അക്കീലിനെ കളിപ്പിച്ചെങ്കിൽ മത്സരഫലം തന്നെ മറ്റൊന്നായേനെ എന്നാണ് വീരേന്ദർ സെവാഗ് അഭിപ്രായപ്പെട്ടത്. അക്കീലിനെ കളിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഗ്രൗണ്ടിൽ ചെന്നൈയുടെ മോശം തന്ത്രങ്ങളും ടീമിന് വിനയായി. ഷോർട്ട് ബോളുകളും ബൗൺസറുകളുമാണ് ലക്നൗ ചെന്നൈക്കെതിരെ ഫലപ്രദമായി വിനിയോഗിച്ചത്. സഞ്ജവും ഋതുരാജും ഉർവിൽ പട്ടേലും അടക്കം ടെക്നിക്കലി ബ്രില്യൻ്റായ ബാറ്റർമാർക്ക് LSGയുടെ ഷോർട്ട് ബോളിനും ബൗൺസറിനും മറുപടി ഉണ്ടായില്ല. എന്നാൽ CSK ബൗളർമാരാവട്ടെ ഹാർഡ് ലെങ്ത് പന്തുകളാണ് കൂടുതൽ എറിഞ്ഞത്. നന്നായി അടി കിട്ടുകയും ചെയ്തു. ബൗൺസർ എറിയുമ്പോൾ മിച്ച് മാർഷും ജോഷ് ഇംഗ്ലീഷിനും നിലതെറ്റുന്നതും കണ്ടു. ഇടങ്കൈയന്മാർ ഒരുപാടുള്ള ലക്നൌവിനെതിരെ 3 ഇടങ്കൈ പേസർമാരാണ് ചെന്നൈക്കായി കളിച്ചത്. പേസർമാർ എക്സ്പെൻസീവായിട്ടും ഇടങ്കൈ സ്പിൻ ഓൾറൗണ്ടറായ പ്രശാന്ത് വീറിന് 1 ഓവർ പോലും നൽകിയില്ല. UPയിൽ നിന്നുള്ള താരമായ പ്രശാന്ത് വീർ ഡൊമസ്റ്റിക്കിൽ ഇതേ മൈതാനത്ത് ഒരുപാട് കളിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് മുതലാക്കാൻ ഋതുരാജ് ശ്രമിച്ചില്ലെന്നത് മറ്റൊരു പാളിച്ച. എല്ലാവർക്കും അടികിട്ടിയ മത്സരത്തിൽ സ്പിന്നറായ നൂർ അഹമ്മദ് 4 ഓവറിൽ 21 റൺസ് മാത്രമേ വഴങ്ങിയിരുന്നുള്ളൂ എന്നുകൂടി ഓർക്കുക. ചെന്നൈയുടെ വിക്കറ്റ് വേട്ടക്കാരിൽ മുന്നിലുള്ള അൻഷൽ കമ്പോജിനെതിരെ കൃത്യമായ ഹോംവർക്കുമായാണ് ലക്നൗ ഇറങ്ങിയത്. തുടർച്ചയായ 4 സിക്സർ ഉൾപ്പെടെ 28 റൺസ് അടിച്ചുകൂട്ടി മാർഷ് ആദ്യം തന്നെ അൻഷലിൻ്റെ കോൺഫിഡൻസ് കളഞ്ഞു. നിക്കോളാസ് പുരാനും 4 സിക്സർ തുടർച്ചയായി അടിച്ച് കാംബോജിനെ അക്ഷരാർത്ഥത്തിൽ കൊന്നു. 2.4 ഓവറിൽ 63 റൺസാണ് കാംബോജ് വഴങ്ങിയത്. 16 പന്തിൽ വിട്ടുകൊടുത്തത് 63 റൺസ്. 23.62 കാംബോജിൻ്റെ ഇക്കോണമി. IPL ചരിത്രത്തിൽ തന്നെ 2 ഓവറിൽ കൂടുതൽ എറിഞ്ഞ താരങ്ങളിൽ ഏറ്റവും മോശം ഇക്കോണമി ഇപ്പോൾ കാംബോജിൻ്റെ പേരിലായി. അതേസമയം ഓവർട്ടണ് പകരമെത്തിയ സ്പെൻസർ ജോൺസന്റെ ഭേദപ്പെട്ട പ്രകടനം ചെന്നൈക്ക് ആശ്വാസമാണ്. സീസണിലെ ആദ്യ മത്സരത്തിനിറങ്ങിയ സ്പെൻസർ 4 ഓവറിൽ 39 റൺസിന് ഒരു വിക്കറ്റ് എടുത്തിരുന്നു. ടോപ്പ് ഓർഡർ തകർന്നപ്പോൾ 42 പന്തിൽ 71 റൺസ് എടുത്ത കാർത്തിക് ശർമ്മയും ചെന്നൈക്കായി നന്നായി കളിച്ചു. ഇത്രയും വലിയ സമ്മർദ്ദഘട്ടത്തെ അതിശയകരമായ രീതിയിൽ കൈകാര്യം ചെയ്ത കാർത്തിക് ശർമ്മ വലിയ അഭിനന്ദനം അർഹിക്കുന്നുവെന്നാണ് തൻ്റെ പോഡ്കാസ്റ്റിൽ ചെന്നൈയുടെ മുൻ താരം കൂടിയായ R. അശ്വിൻ പറഞ്ഞത്. 7 വിക്കറ്റിൻ്റെ തോൽവി ചെന്നൈയുടെ നെറ്റ് റൺ റേറ്റിനെയും ബാധിച്ചിട്ടുണ്ട്. 6-ൽ നിന്നും അവസാന 4-ലേക്ക് എത്താൻ ചെന്നൈക്ക് ശേഷിച്ച 2 മത്സരവും ജയിക്കണം. ചെന്നൈക്ക് ഇപ്പോൾ 12 പോയിന്റാണുള്ളത്. 12 മത്സരങ്ങളിൽ 6 എണ്ണം ജയിച്ചു, 6 എണ്ണം തോറ്റു. ബാക്കിയുള്ള 2 കളി ജയിച്ചാൽ ചെന്നൈക്ക് പരമാവധി 16 പോയിന്റ് ആകും. സാധാരണയായി 16 പോയിന്റ് നേടിയാൽ പ്ലേ ഓഫിൽ എത്താമെന്നതാണ് ഇതുവരെയുള്ള IPLലെ ചരിത്രം. പക്ഷേ ഒന്നിലേറെ ടീമുകൾ 16 പോയിന്റ് വീതം നേടിയാൽ റൺ റേറ്റ് നിർണായകമാകും. റൺ റേറ്റ് മെച്ചപ്പെടുത്തി പ്ലേ ഓഫിന് കയറാൻ 2 മത്സരവും നല്ല മാർജിനിൽ ജയിക്കുക എന്നതാണ് ചെന്നൈക്ക് മുന്നിലുള്ള വഴി. സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകളുമായാണ് ചെന്നൈക്ക് ഇനി കളിക്കാനുള്ളതെന്ന് അറിയുമ്പോഴാണ് ആരാധകരുടെ ചങ്കിടി പേറുന്നത്. പട്ടികയിൽ ആദ്യ 2 സ്ഥാനത്തുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസും 16 പോയിന്റ് വീതം നേടി പ്ലേ ഓഫിൻ്റെ വാതിൽക്കലാണ്. 14 പോയിന്റുമായി ഹൈദരാബാദ് 3-ാമതും 13 പോയിന്റുള്ള പഞ്ചാബ് 4-ാമതുമാണ്. രാജസ്ഥാന് 12 പോയിന്റുണ്ട്. ഒരു മത്സരം കുറച്ചാണ് രാജസ്ഥാൻ കളിച്ചതും.
പഞ്ചാബും രാജസ്ഥാനുമാകും CSKയുടെ മോഹത്തിന് വിലങ്ങുതടിയാവുക. പഞ്ചാബ് 2-1 തോൽക്കുകയും രാജസ്ഥാൻ 3-2 തോൽക്കുകയും ചെയ്താൽ ചെന്നൈക്ക് പിന്നെ റൺ റേറ്റ് നോക്കേണ്ട, 2 ജയിച്ചാൽ മാത്രം മതി.